അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽബിറിൻ്റെ വിഭാഗം ആളുകൾ എല്ലാ കൊല്ലവും റമദാനിൽ സംഘടിപ്പിക്കുന്ന ഒരു റമദാൻ സംബന്ധമായ കാര്യങ്ങളാണ്, മുന്നൊരുക്കമാണ്. ഈ ശ്രദ്ധിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കന്മാരുടെ ടീച്ചേഴ്സ് അവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ. ഈ വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് മറ്റുള്ള അമ്പിയാക്കന്മാരെ സമുദായത്തിനൊന്നും കിട്ടാത്ത ഒരു പ്രത്യേക ഓഫറാണ്, ഓഫർ മാസമാണ്. റസൂലുള്ളാഹിന്റെ പവർ കൊണ്ട് റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളാണ് നമുക്ക് കിട്ടിയതാണ്. റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നവർക്കുള്ള മഹത്വം അറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ, അങ്ങനെ പല നബിമാർ പലരും പറഞ്ഞു പോയിട്ടുണ്ട്, ഇങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബിൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആയെങ്കിൽ നന്നായി പറഞ്ഞു പോയി. മുമ്പുള്ള അമ്പിയാക്കന്മാരും അവരെ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ മുഹമ്മദ് നബിൻ്റെ ഉമ്മത്തിന് അള്ളാഹു നൽകിയ റമദാൻ മാസമാകുന്ന പുണ്യങ്ങളുടെ പൂക്കാലം എന്നൊക്കെ പറയില്ലേ, മറ്റെല്ലാ മാസത്തിന് മാതിരിയല്ല, ഒന്നിന് 10, 100, 700 അങ്ങനെയൊക്കെ ഒരുപാട് പ്രതിഫലം വാരി കോരി നൽകാമെന്ന് അള്ളാഹു നബിതങ്ങൾ പ്രഖ്യാപിച്ച, നമ്മൾ അറിയിച്ച ഒരു മാസമായതുകൊണ്ട് ഇതെല്ലാം വരാൻ പോണ കാര്യം മുമ്പ് അറിഞ്ഞതിൻ്റെ പേരിൽ പഴയകാലത്തുള്ള മഹാന്മാർ ഞാൻ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളായെന്ന് നന്നായി വിചാരിച്ചു പോയിട്ടുണ്ട്. ഇത്രയും വലിയൊരു ഓഫറാണ് നമുക്ക് ലഭിച്ചത്. ആ കുട്ടികളായാലും കുട്ടികൾ അവരെ പ്രായത്തിനനുസരിച്ചുകൊണ്ട് രക്ഷിതാക്കന്മാരും ടീച്ചർമാരും ഒക്കെ തന്നെ അതിൽ മാതൃകയായി നിൽക്കണം. കുട്ടികളോട് നമ്മൾ വല്ലതും കൽപ്പിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ആ രക്ഷിതാക്കന്മാർ അൽബിലുള്ള കുട്ടികൾ രക്ഷിതാക്കന്മാർ പിന്നെ അവരുടെ ടീച്ചർമാരും ഒക്കെ അത്തരം കാര്യങ്ങളിൽ പരമാവധി മാതൃകയായി നിൽക്കണം. ശുദ്ധ റമദാൻ നോമ്പ് നോൽക്കൽ, പിന്നെ റമദാൻ മാസത്തിൽ റമദാൻ അല്ലാത്ത മാസത്തിൻ്റെ മാതിരിയല്ല. റമദാൻ മാസത്തിൽ ഒരു ഫർദ് ചെയ്താൽ റമദാൻ അല്ലാത്ത മാസത്തിൽ 70 ഫർദ് ചെയ്ത കൂലിയാണ് റസൂലുള്ളാഹി പറഞ്ഞ കാര്യമാണ്. സ്വന്തം അഭിപ്രായങ്ങളൊക്കെ നബിതങ്ങൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇന്ന് മഹാന്മാർ മനസ്സിലാക്കി സുന്നത്തും ഫർദും തമ്മിൽ 70ൻ്റെ വ്യത്യാസമാണ്. പൊതുവെ സുന്നത്തിൻ്റെ 70 ഇരട്ടി കൂലി ഫർദിനുണ്ടാവും. അത് ഏത് നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഒക്കെ തന്നെ. ഏത് സുന്നത്താകുന്ന കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് 70 ഇരട്ടി 70 മടങ്ങ് പ്രതിഫലം നിർബന്ധത്തിനുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നബി ഞങ്ങൾ പഠിപ്പിച്ചു, റമദാൻ മാസത്തിൽ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർദിൻ്റെ കൂലിയാണ്, ഒരു ഫർദ് ചെയ്താൽ 70 ഫർദിൻ്റെ കൂലിയാണ്. റമദാൻ മാസത്തിൻ്റെ പ്രത്യേക ഓഫർ എന്താണെന്ന് വെച്ചാൽ റമദാൻ ഖുർആൻ ഓതലാണെങ്കിലും അതുപോലെ ബാക്കിയുള്ള ഏത് കർമ്മം സുന്നത്തായി ചെയ്യുകയാണെങ്കിലും പിന്നെ ഒരു കാര്യം വേണം, നല്ല നിയ്യത്ത് വേണോ, ആരും ബോധിപ്പിക്കാൻ അവർക്ക് അതിനെന്തിനും വേണമല്ലോ. പടച്ചവനെ നിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി, നിന്റെ തൃപ്തിക്ക് വേണ്ടി എന്നുള്ള നിയ്യത്ത് വേണം. അല്ലാത്ത നിയ്യത്ത് വന്നാൽ പിന്നെ ഒന്നും എടുക്കൂല. അപ്പം പടച്ചവനെ നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ ഈ സുന്നത്ത് ചെയ്യുന്നു എന്നുള്ള നാവോട് പറയേണ്ട നിയ്യത്തുണ്ടായി കഴിഞ്ഞാൽ റമദാനിൽ ഒരു സുന്നത്തിന് 70 സുന്നത്തിൻ്റെ അഥവാ ഒരു ഫർദിൻ്റെ കൂലി ഉണ്ടാകും. റമദാനിൽ ഫർദ് ചെയ്താലോ അല്ലാത്ത മാസത്തിൽ 70 ഫർദിൻ്റെ കൂലി ഉണ്ടാകും. ഓഫറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണത്. പിന്നെ റമദാൻ മാസത്തിനെ 3ആയി ഭാഗിച്ചിട്ട് ആദ്യത്തെ 10, 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ റഹ്മത്തിൻ്റെ 10ആണ്. അതിനർത്ഥം എന്താ? കരുണ, കൃപാദ, റഹ്മത്തിൻ്റെ അർത്ഥം. ബാക്കിയുള്ള 9, 11 മാസം റഹ്മത്തില്ല എന്നല്ല, അള്ളാഹു വലിയ അർഹമുർ-റഹീമീനല്ലേ. മറ്റെല്ലാ മാസങ്ങളിലും അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഉമ്മത്തിന്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് റഹ്മത്ത് ചെയ്യാൻ വേണ്ടി പടച്ചവൻ തന്നെ തീരുമാനിച്ചെടുത്ത 10 ദിവസമാണ് റമദാൻ ആദ്യത്തെ 10. അത് നമ്മൾ ദുആ അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ-റഹീമീൻ. അള്ളാഹു റഹ്മത്ത് ചോദിക്കാൻ ഏത് വിഷയത്തിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യമാണെങ്കിലും സാമ്പത്തികമായിരിക്കുന്ന വിഷയമാണെങ്കിലും വീടിൻ്റെ കാര്യമാണെങ്കിലും നല്ല നിലയ്ക്ക് ഇബാദത്ത് എടുക്കാനുള്ള ബിജർക്കൊക്കെ അതുണ്ടാവുമല്ലോ. നല്ലോണം ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ്, നോമ്പ് തുറക്കാനുള്ള കഴിവ്, ഇങ്ങനെ എന്തൊക്കെ ദുനിയാവിൻ്റെ ഹലാലായ കാര്യത്തിലോ ആഖിറത്തിൻ്റെ കാര്യത്തിലോ എന്ത് റഹ്മത്ത് ചോദിക്കുകയാണെങ്കിലും 11 മാസം ചോദിക്കുന്നതിനേക്കാൾ
റഹ്മത്ത് തരാൻ വേണ്ടി തയ്യാറായി നിശ്ചയിച്ച 10 ദിവസമാണ് റമദാന്റെ ആദ്യത്തെ 10. റമദാനിന്റെ നടുവിലെ 10 എന്ന് പറഞ്ഞാൽ 11 മുതൽക്ക് 20 വരെയുള്ളത് മഗ്ഫിറത്തിന്റെ 10ആണ്. യാ റബ്ബി, ദോഷം പൊറുക്കുന്ന 10ആണ്. എല്ലാ സമയത്തും അല്ലാഹു ഗഫൂറുർ റഹീം തന്നെയാണ്. എന്ത് ദോഷം ചെയ്താലും മനസ്സറിഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ ചെയ്യൂല, ചെയ്ത് നീ പുറത്തു തരണമെങ്കിൽ എപ്പോൾ പറഞ്ഞാലും പൊറുക്കണം. അല്ലാഹു തആല പ്രത്യേകം പൊറുക്കാൻ വേണ്ടി നിശ്ചയിച്ച 10 ദിവസമാണ് റമദാന്റെ നടുവിലെ 10. വല്ലാത്ത ഓഫറാജ്, ഒരു അമ്പിയാക്കന്മാരെ ഉമ്മത്തിനൊന്നും കിട്ടാത്തതാ. അവസാനത്തെ 10 സ്വർഗവും നരകമൊക്കെയാണ്. പരലോകത്തിൽ വിശ്വാസമുള്ള ആളുകളല്ലേ നമ്മളൊക്കെ. ഇവന്തുണ്ടാ മരിച്ചു കഴിഞ്ഞാൽ കാലാകാലം ഉണ്ടാകും. ഒന്നുകിൽ സ്വർഗത്തിലെല്ലാം നരകത്തിൽ കിടക്കേണ്ടി വരും. നഅൂദുബില്ലാഹ്, പടച്ചോൻ കാക്കട്ടെ. സ്വർഗത്തിന്റെ അവകാശമല്ല നമ്മളെല്ലാവരും കൊടുത്തുമാറാവട്ടെ. ആ നരകത്തിനെ തൊട്ട് മോചനം ചെയ്യപ്പെടുന്ന, നരകത്തിനെ തൊട്ട് ഇനി ഒരിക്കലും നരകത്തിൽ കടക്കുകയില്ല എന്നുള്ള മോചന സർട്ടിഫിക്കറ്റ് കിട്ടാൻ പറ്റിയ ഒരു 10ആണ് ഏത്? ഈ അവസാനത്തെ 10. അപ്പം അതുകൊണ്ട് ഈ വിശുദ്ധ റമദാനിനെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ചെറിയ മക്കൾക്ക്, വീട്ടിലുള്ള മാതാപിതാക്കളും മൂത്ത മക്കളും വീട്ടിലുള്ളവരും ടീച്ചർമാരൊക്കെ തന്നെ ഈ റമദാൻ മാസത്തിന്റെ വിശുദ്ധിയെ അള്ളാഹു നൽകാൻ തീരുമാനിച്ച ഓഫറിനെ പറ്റി മനസ്സിലാക്കി പരമാവധി ഒരു മാതൃകയായി നിന്നുകൊണ്ട് കുട്ടികളോട് നല്ല മക്കളെ നമ്മളൊക്കെ ഇങ്ങനെയാണ്, അങ്ങനെ അതിൻ്റെ ശൈലി പ്രത്യേകം ഉണ്ടാവുമല്ലോ ടീച്ചർമാർക്ക്. ഇപ്പം എൻ്റെ ഒരു മോള് അൽബിറിൽ പഠിച്ചിരുന്നു. എന്തിനാ ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ചില്ലെങ്കിൽ പോകുന്നത് പറയാൻ വേണ്ടിയ. ആ കുട്ടി 5-4 വയസ്സുള്ള സമയത്തൊക്കെ 5-6 വയസ്സുള്ള സമയത്തൊക്കെ ബാത്റൂമിൽ കിടക്കുമ്പോൾ ദിക്ർ ചൊല്ലുമായിരുന്നു, തല മറക്കുന്ന ചെരുപ്പിടുമായിരുന്നു. അങ്ങനെ ഇപ്പം 12 വയസ്സായി. ഇപ്പോഴത്തെ കഥ എന്താന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമില്ല, പഠിക്കാനൊക്കെ നല്ല ഉഷാറാണ്. എന്നാൽ ചിലപ്പം തലയിലൊന്നും ഇല്ലാതെ പോകും. എല്ലാ അൽബിറിൽ പഠിച്ചത് മറന്നോന്ന് ചോദിക്കുന്നത് അപ്പുറത്തുള്ളൂ. അപ്പം എന്ത് അൽബിറിൽ നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചാലും രക്ഷിതാക്കന്മാരാണെങ്കിലും ഉസ്താദന്മാരാണെങ്കിലും ടീച്ചർമാരാണെങ്കിലും ഈ പഠിപ്പിച്ച ദീനിൻ്റെ നല്ല കാര്യങ്ങൾ അത് കുട്ടികളെ നിർബന്ധിക്കാത്ത രൂപത്തിൽ മനഃശാസ്ത്രം മനസ്സിലാക്കിയിട്ട് അതിങ്ങനെ പാലിപ്പിച്ച് കൊണ്ട് പതിവാക്കി വരണം. അത് റമദാൻ മാസമാകുമ്പോൾ അതിന് ഏറ്റവും നല്ല സൗകര്യമുള്ള മാസമാണ്. ഈ മാസത്തിൻ്റെ പവിത്രതയും പരിശുദ്ധിയും ഓഫറും മനസ്സിലാക്കി നല്ല കുട്ടികളും രക്ഷിതാക്കന്മാരും ടീച്ചർമാരൊക്കെ തന്നെ നല്ല മാതൃകായോഗ്യരായിക്കൊണ്ട് റമദാൻ മാസത്തിനെ എതിരേറ്റുകൊണ്ട് ഒരു കൊല്ലത്തേക്കുള്ള എല്ലാ നിലക്കുള്ള ഇതും വരികയാണ്. ഈ ഒരു മാസം വൃത്തിയായി ശുദ്ധിയായി ജീവിച്ചു കഴിഞ്ഞ ഇതിൻ്റെ ഫലം അടുത്ത റമദാൻ വരെ ഉണ്ടാവണം. ഒരു കൊല്ലത്തേക്കുള്ള ഒരു മുന്നൊരുക്കമാണ് റമദാൻ്റെ മുന്നൊരുക്കം. റമദാൻ വേണ്ട പോലെ ആയിക്കഴിഞ്ഞാൽ ഒരു അടുത്ത ജീവിതത്തിൻ്റെ മരണം വരെയുള്ളതിൽ തന്നെ എന്ത് ചെയ്യുന്ന ഫലം കാണും. അള്ളാഹു ആ നിലക്ക് റമദാനെ സ്വീകരിക്കാനും ഒരുങ്ങാനും മക്കളെ ഒരുക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.